7 ഏത് പ്ലേസിലാ വരുന്നത്? 7 comes in the place of 1. okay. 9 comes in the place of 1. okay. 9 comes in the place of okay. Then 2. Okay, very. Now listen carefully. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മള് 7 9 സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കാണ്. അപ്പൊ 7 9നേക്കാളും ചെറുതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്കറിയില്ല, നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ, നമുക്കത് പറ്റുന്നില്ല. അപ്പൊ നമ്മള് പേടിച്ച് അവിടെ വിഷമിച്ച് നിൽക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ 7ന്റെ ലെഫ്റ്റ് സൈഡില് അല്ലെങ്കിൽ 10ന്റെ പ്ലേസിൽ ഒരു 2 ഉണ്ടല്ലേ? യെസ്, അവിടെ ഒരു 2 ഉണ്ട്. നമ്മൾ അവിടെ 2 10s ഉണ്ട്. there are 2 10s. 10ന്റെ പ്ലേസിൽ 2 ആണല്ലേ? ദാറ്റ് മീൻസ് there are 2 10s. 27ന്റെ നമ്പറിൽ 2 10s ഉണ്ട്. അപ്പോ 1 10 എന്താണ്? ഈ 7 കൊടുക്കും. ഓക്കെ, 1 10 ഒരു 10 എന്തൊരു കൊടുത്തു? 7 കൊടുത്തു അല്ലേ? ഈ ഒരു 10 എന്ന് പറയുന്നത് എത്ര വൺസ് കൂടിയിട്ടുള്ളതാ? എത്ര വൺസ് കൂടി? 10 വൺസ് കൂടും നമുക്കൊരു 10 കിട്ടുന്നത്. ഓക്കെ, 1 10 വൺസ്. ഓക്കെ, ഇനിയിപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇപ്പൊ 7 എന്തായി? 2 കൊടുത്ത ഒരു 10 വൺസ് ഉണ്ടല്ലേ? 2ന്റെ അടുത്തുനിന്ന് ഒരു 10 കൊടുത്തു. അത് 7ന്റെ അടുത്ത് എത്തിയപ്പോ 7 എന്താക്കിയത്? 10 വൺസ് ആക്കി അല്ലേ? ഇനി 7 10 വൺസും കിട്ടി. ഇനി 7 എന്ന് പറയുന്നത് 7 വൺസ് ആണല്ലേ? അതും കൂടെ കൂട്ടിയിട്ട് എത്രയായി? 0 + 7 1. ഇപ്പൊ അവിടെ 17 വൺസ് ഉണ്ട്. 20 ഈ 7 പകരം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 17 കിട്ടി. ഓക്കെ, ആ 2ന്റെ അടുത്തുനിന്ന് ഒരു 10 കിട്ടിയപ്പോ 7 17 ആയി. ക്ലിയർ? മനസ്സിലായോ? ആ 2ന്റെ അടുത്തുനിന്ന് ഒരു 10 എന്ത് ചെയ്തു? ബോറോ ചെയ്തു. പേജ് നമ്പർ അല്ലടാ, നീ ഇവിടെ സ്ക്രീനിൽ നോക്ക്. ഞാൻ പേജ് നമ്പർ എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതിവിടെ ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞത്. ഞാൻ ഇവിടെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യല്ലേ. അപ്പൊ എന്തിനാ പേജ് നമ്പർ അന്വേഷിക്കുന്നേ? ഓക്കെ, 7 became 17. അത് മനസ്സിലായോ നിങ്ങൾക്ക്? Did you understand that? Is that clear, everyone? Yes. Do you understand? ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാലും ഈ പ്രോബ്ലം ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 എണ്ണം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ clear for you. Now it became 17. Okay. Oh no, options എവിടെ പോയി? അയ്യോ, കാണുന്നില്ലല്ലോ. Yeah, I got it. Now the 7 became 17. But now look at the 2, which is in the place of 10. അവിടെ 2 10s ഉണ്ടായിരുന്നു. ഒരു 10 ആർക്ക് കൊടുത്തു? 7 കൊടുത്തു അല്ലേ? There were 2 10s and 1 10 is given to 7. Okay, ഇനി അവിടെ 2 10s ഉണ്ടോ? എന്തോ? There is only 1 10. Now there is no 2. 2 അല്ല ഉള്ളത് ഇവിടെ, 1 ആണല്ലേ? അപ്പൊ ഈ 7 പകരം നമുക്ക് 17 കിട്ടി. 2 പകരം 1 ആയി. ഈ 1 ആയത് എന്തുകൊണ്ടാ? നമ്മൾ ഒരു 10 ബോറോ ചെയ്തു അല്ലെ? 7 ബോറോ ചെയ്തു ഒരു 10. അങ്ങനെ 7 17 ആയപ്പോ ഈ 2 10s ഉണ്ടായിരുന്നത് 1 10 ആയിട്ട് കുറഞ്ഞു.
ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്? 27 എന്ന് പറഞ്ഞ നമ്പർ അല്ല. ഇനി വൺസിന്റെ പ്ലേസിൽ നമുക്ക് എത്ര വൺസ് ഉണ്ട്? ഹൗ മെനി വൺസ് വി ഹാവ്? 7. ബോറോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വൺസ് കിട്ടി? 10. ഓക്കെ, 10 നമുക്ക് ബോറോ ചെയ്തപ്പോ കിട്ടിയത്. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന എത്ര വൺസ് ഉണ്ടായിരുന്നു? 2 ആ? ഏത് ലേലം വിളിക്കാതെ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് പറ. യാ, അവിടെ എത്ര വൺസ് ഉണ്ടായിരുന്നു? നമ്മൾ ബോറോ ചെയ്യുന്നതിന് 27 എന്ന് പറഞ്ഞ വൺസ് ഉണ്ടായിരുന്നു. ഓ ജസ്റ്റ് എ മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം വെക്കാതെ കറക്റ്റ് ആൻസർ ആണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആർക്ക് കറക്റ്റ് ആൻസർ അറിയാം? ഓക്കെ, റിസ്വാൻ മാത്രമേ കൈപൊക്കി കണ്ടുള്ളൂ. സോ യു ക്യാൻ ടെൽ മീ. 17. ഓക്കെ, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം നിങ്ങളോട്. അങ്ങനെയല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചെയ്തെന്തായിരുന്നു? 27 ക്യാൻഡീസിന് 9 ക്യാൻഡീസ് പോയാൽ എത്ര ക്യാൻഡീസ് കണ്ടുപിടിക്കാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ പ്ലേസ് ഓഫ് വൺസ് ആൻഡ് ദിസ് ഇസ് എ പ്ലേസ് ഓഫ് ടെൻസ്. സി, ഈ നമ്പറിൽ ആദ്യം എത്ര, ഈ പ്ലേസ് നോക്ക്, 27 നമ്പറിൽ എത്ര വൺസ് ഉണ്ട്? ഹൗ മെനി വൺസ് ആർ ദേർ ഇൻ ദ നമ്പർ 27? 7. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതിനുശേഷം ആൻഡ് ഒന്നും കൂട്ടി പറയണ്ട, ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. സോ ഈ നമ്പറിൽ 27, ലിസൺ ടു മീ, ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്കാം. 27 എന്ന നമ്പറിൽ ആദ്യം 7 വൺസ് ഉണ്ടായിരുന്നു അല്ലേ? 7 വൺസും ഇവിടെ ആകെ 9 വൺസ് മാത്രമേ ഉള്ളൂ, ടെൻസ് ഒന്നും ഇല്ല തൊട്ട് താഴെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ 27ന്റെ കാര്യം പറയേണ്ടത്. 27ന്റെ വൺസിന്റെ പ്ലേസ് നോക്കിയപ്പോ there are 7 ones and താഴെ 9 ones. അപ്പൊ 7 ones is less than 9 ones അല്ലേ? 7 ones less than 9 ones. 7 എന്ന് പറയുന്നത് 9നേക്കാളും ചെറുതാണ് അല്ലെ? 7 is less than 9. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ കടം വാങ്ങൽ പരിപാടി, ബോറോ ചെയ്യാൻ തുടങ്ങിയത്. ബോറോ ചെയ്തത് എവിടുന്ന? 2ന്റെ അടുത്തുനിന്ന്. ഓക്കെ, ഫ്രം ദ പ്ലേസ് ഓഫ് ടെൻസ്. ഇവിടെ 27ന്റെ തൊട്ടടുത്തൊരു 2 ഉണ്ടല്ലേ? ഇൻ ദ ലെഫ്റ്റ് സൈഡ്, എന്ന് വെച്ചാൽ 10ന്റെ പ്ലേസിൽ. ഇൻ ദ പ്ലേസ് ഓഫ് 10 we have a 2. ഓക്കെ, 2 means there are 2 tens അല്ലേ? 10ന്റെ താഴെയല്ലേ 2 ഉള്ളത്? 10ന്റെ പ്ലേസിലാണോ 2 ഉള്ളത്? 2 comes in the place of tens, correct? Yes, that means there are 2 tens. 2 ടെൻസ് ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഈ 10ന്റെ താഴെ 2 വന്നത്, 2 comes in the place of tens. That means there are 2 tens. Okay, അപ്പൊ നമ്മൾ എന്താ, 7 പാവം 9നേക്കാളും ചെറുതായിരിക്കുന്നുണ്ട്, അവനെ 9നേക്കാളും വലിയ വാല്യൂ ആക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? 7 പറഞ്ഞു 2 എനിക്കൊരു 1 ഒരു നിന്റെ ഒരു 10, നിനക്ക് 2 10 ഇല്ലേ, അതിൽ ഒരു 10 എനിക്ക് തരുവോ ചോദിച്ചു. അപ്പൊ 2 പറഞ്ഞു എന്നാ നീ എടുത്തോന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 7 ഒരു 1 10 കൊടുത്തു അല്ലേ? ഒരു 1 10 കൊടുത്തു. അപ്പം 7ന് നേരത്തെ 27ൽ ഓൾറെഡി 7 വൺസ് ഉണ്ടായിരുന്നു അല്ലേ? There were 7 ones in the beginning. ആദ്യം 7 വൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2ന്റെ കയ്യിൽ നിന്ന് ഒരു 1 10 കിട്ടി അല്ലേ? അപ്പൊ മിസ് പറഞ്ഞു 1 10 എന്ന് പറഞ്ഞാൽ എന്താണ്? It is equal to 10 ones. 10 ones കൂടിയാലാണ് ഒരു 10 ആവാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന 7 വൺസും ഇപ്പൊ കിട്ടിയ 10 വൺസും കൂടി ഇപ്പൊ മൊത്തം എത്ര വൺസ് ആയി? ഇവിടെ എത്രയായി? 17 വൺസ്.
71. Yeah, 17 one side. Now we have 17 ones over there. Okay. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം എന്നാലേ ക്ലിയർ ആവുള്ളൂ. Okay, I will erase it. We have 17 ones here. (27) minus 9. 27 minus 9. So, അങ്ങനെ borrow ചെയ്ത് കഴിഞ്ഞപ്പം ഈ 7 പകരം ഇപ്പൊ എന്തായി? 7 became what? 70. Yeah, now 7 alla, instead of 7 we got 70. yeah, we got 17. Okay, 2 tens ഉണ്ടായിരുന്നത് 1 10 നമ്മൾ borrow ചെയ്തു അല്ലേ? 7 borrow ചെയ്തു. അപ്പോ ഈ 2 tens ഇപ്പൊ എന്തായി? 110 ആയി. ഓക്കെ, ഇനിയിപ്പൊ നോക്കാം അവിടെ 17 ones ഉണ്ട്, 1 10 ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ 7 അല്ല സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇപ്പൊ how many ones we have now? How many ones we have? We have 17 ones. Now, ഇനി 17 ones എന്നാണ് നമ്മൾ ഈ 9 സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. 9 മൈനസ് ചെയ്യാൻ പോകുന്നത്. 17 minus 9. What is the value of 17 minus 9? 8. Yeah, very good. 8. 17 minus 9 equal to 8. Okay, അപ്പോ onesന്റെ പ്ലേസിലെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ tensന്റെ പ്ലേസിലേക്ക് പോവാണേ. ഇനി there is no 2. 27ന്റെ 2 ഇനി ഇല്ല. Instead of 2, what value we have there? Which is the value in the place of? Yeah, 1 മാത്രം. Okay, ഇവിടെ 1 minus ഇവിടെ ഒന്നുമില്ല അല്ലേ? That means 0. There is nothing. 1 minus 0, that is equal to, അല്ലെങ്കിൽ നേരെ താഴെ എഴുതിയാൽ മതി. ഇവിടെ കാരണം 9 മാത്രമേ ഉള്ളൂ അല്ലേ? വൺസിന്റെ പ്ലേസിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, ടെൻസിന്റെ പ്ലേസിൽ ഇല്ല. അപ്പോ നമുക്ക് നേരെ അത് താഴെ എഴുതിയാൽ മതി. So there are 18 candies in my hand. Yeah, this is the value. Thank you. അപ്പൊ ഞാൻ സുമാ മിസ്സിന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ എത്ര കാൻഡീസ് ഉണ്ട്, എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 18. Okay. Let's do one more problem. ഒന്നുകൂടെ ചെയ്യാം. Okay. ആരവിടെ? Now 20 minus 9 ഇപ്പൊ നമ്മൾ ചെയ്തത് അല്ലേ? 7. 20 minus 7. Okay, we are going to do 20 minus 7. Listen to me carefully. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറയാം. ഓക്കെ, listen to me carefully. Okay. എന്താ? അതാരാ അവിടെ സംസാരിക്കുന്നേ? എന്നോടാണോ സംസാരിച്ചത്? ഓഫ്, വേറെ ആരോട് സംസാരിക്കണ്ട. Okay, can we subtract 7 from 0?
Okay, before writing that, let me write the zero. This is the place of ones, and this is the place of tens. Ones in the place il varunathu edha? 20 എന്ന് പറഞ്ഞ വാല്യൂല് ones in the place il varuna digit ഏതാ? 0. Yeah, very good. And which digit comes under the place of tens? 2. 2. Very good. ഈ നമ്പറില് okay, 7 എന്ന് പറഞ്ഞ നമ്പറില് tens ഉണ്ടോ? Is there tens in the place of 7? No. That means ഇവിടെ tens എന്ന് പറയുന്ന 0 ആണ് അല്ലേ? There is nothing. ഒന്നെങ്കിൽ നമുക്ക് 0 എഴുതാം അല്ലെങ്കിൽ ഒന്നും എഴുതണ്ട. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. Okay? And my next question, can we subtract 7 from the 0? Can we do that? Can we subtract 7 from 0? നമുക്ക് ഈ 0 ന്ന് 7 subtract ചെയ്യാൻ പറ്റുമോ? Can we subtract 7 from 0? No. Why? Why we can't? No. Why we can't do that? Why not? Why not? എന്തുകൊണ്ട് പറ്റില്ല? Very good. 0 is less than 7. അപ്പൊ നമുക്ക് ചെറിയ വാല്യൂ നിന്ന് വലിയ വാല്യൂ കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ 0 വിഷമിച്ച് അവിടെ നിൽക്കുക. പക്ഷെ എന്തായാലും സബ്ട്രാക്ട് ചെയ്തേ പറ്റുള്ളൂ. 0 - 7 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, 0 വിഷമിച്ചിരിക്കുകയാണ്. അയ്യോ എനിക്കിപ്പോ ഒരു വൺസ് പോലും ഇല്ല അല്ലെ ഇവിടെ. 0 ones means there is no ones at all. വൺസ് ഇല്ല, 0 ആണല്ലേ. അപ്പൊ 0 വിഷമിച്ച് ഇവിടെ നിൽക്കുമ്പോ തൊട്ടടുത്ത് ആരുണ്ട്? We have there is a 2 in the place of tens. Tens in the place 2 ഉണ്ട്. അപ്പൊ 0 ചോദിക്കുക, എടാ എന്റെ കയ്യിൽ ഇപ്പോ വൺസ് വാല്യൂ ഒന്നുമില്ല, പക്ഷെ എനിക്ക് 7 സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നീ എനിക്കൊരു 1/10 തരുമോ ചോദിക്കും. I need a 1/10. ഓക്കെ, നിനക്ക് 2 tens ഇല്ലേ, അതിൽ നിന്ന് ഒരു 10 എനിക്ക് തരുമോ ചോദിക്കും. അപ്പൊ 2 എന്ത് ചെയ്യും? ഒരു 10 കൊടുക്കും. പാവം, 0 ചോദിച്ചതല്ലേ. 0 ബോറോ ചെയ്തു 2ന്റെ അടുത്തുനിന്ന് ഒരു 10. 1 അല്ല, ഒരു 10. ഒരു 10 എന്ന് പറഞ്ഞാൽ എത്രയാ? How many ones? And we know that 1/10 is equal to 10. 10 ones. Yeah, 10 ones. 1/10 equal to 10 ones. അപ്പൊ ഈ 2ന്റെ അടുത്തുനിന്ന് 10 ആണ് കൊടുത്തല്ലേ. അപ്പൊ ഈ 0യുടെ അടുത്തെത്തപ്പോ എത്തായി അത്? 10 ആയല്ലേ. അപ്പൊ ഈ 0 ഇനിയിപ്പോ 0 അല്ല, ഇൻസ്റ്റെഡ് ഓഫ് 0 എന്താണ് നമുക്ക് ഉണ്ടാവുക? കിട്ടിയ 0യുടെ അടുത്ത് ഉണ്ടായിരുന്ന വൺസ് 0 തന്നെയാണ്. നമുക്കിപ്പോ ആകെയുള്ള വൺസ് എത്രയാ? ഈ ബോറോ ചെയ്ത് കഴിയുമ്പം ഇനി വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും? 10. Yeah, very good. 0 became what? 10. 10. Yeah, 0ക്ക് പകരം അതെന്തായി? 10 ആയി അല്ലേ. 2 എന്താ? ഒരു 10 കൊടുത്തു. There were 2 tens. From that 2, it gave 1/10 to 0, right? അപ്പോ ഇനി അവിടെ എത്ര tens ഉണ്ട് റിമൈനിങ്? ഇനി 2 ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് 2 we have 1. ഒരു 10 ഉള്ളൂ. ഇനി 2 tens ഇല്ല. ഒരെണ്ണം ഉണ്ടായിരുന്നത് ആ പാവം 0ക്ക് കൊടുത്തു അല്ലേ. അവൻ ചോദിച്ചപ്പോ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ 0 became 10 ones and this 2/10 became 1/10 after borrowing. Okay, ബോറോ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചേഞ്ച് വന്നു. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം അല്ലേ. ഇപ്പൊ വൺസിന്റെ പ്ലേസില് മേലെ 7നെക്കാളും വലിയ നമ്പർ വന്നു അല്ലേ. നമ്പർ very good, 10. Now what we can do, we have to do the subtraction. 10 minus 7. 3
Very good. 10 minus 7, we got 3. Okay. 3. Okay. ഇനി നമുക്ക് എത്ര ടെൻസ് ഉണ്ട്? 1 10 ഉള്ളൂ അല്ലേ? 110 നമുക്ക് ഇവിടെ 0 ആയതുകൊണ്ട് അവിടെ വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ താഴെ എഴുതാൻ പറ്റും. വേറെ സബ്ട്രാക്ഷൻ ഒന്നും ചെയ്യണ്ട. So what is the value when we subtract 7 from 20? What will you get? 13. That is 13. okay. Very good. And let's do one more question. ഒന്നുകൂടെ ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കട്ടെ. Let's do 24 sorry minus 7. 24 minus 7. Okay. 24 minus 7. ഞാൻ ബുക്കിൽ തന്നെയല്ലേ നോക്കിയിരിക്കുന്നേ, അമ്മേനൊന്നും അല്ലല്ലോ നോക്കിയിരിക്കുന്നേ. ആണോ അദീന? പക്ഷെ നീ എവിടെയാ നോക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് വെച്ചോ. ഓഫ് ചെയ്യണ്ട ക്യാമറ. Okay. Listen to me. We are going to subtract 7 from 24. Okay, we are going to do 24 minus 7. നമ്മൾ 24 minus 7 ചെയ്യാൻ പോവാണ്. Okay, in the number 24, which digit comes in the place of ones? 4. Very good. Yeah, 4 comes in the place of ones. And which digit comes in the place of tens? Okay, നമ്മൾ കുറെ നേരമായിട്ട് തന്നെയല്ലേ? 2 വേണ്ട, കുറെ നേരമായിട്ട് നമ്മൾ 2 തന്നെ ചെയ്യുന്ന. വേറെ എന്തെങ്കിലും എടുക്കാം. 5 ഇരിക്കട്ടെ. Okay, 54 ആണ് കേട്ടോ. Okay, which digit comes in the place of tens? Considering number 5. Very good. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ നോക്കാം. ആ നമ്പറിൽ അത് 7 വേണ്ട, അല്ല ചെറിയ നമ്പേഴ്സ്. നിങ്ങളിപ്പോ കുഞ്ഞല്ലേ? ഓക്കെ, 7 മതി. ഓക്കെ, താഴെ which digit comes in the place of ones considering number 7? 7. Okay. Is there any number? Is there any digit in the place of tens? Undo. Is there any digit in the place of tens? Yeah, no, there is no digit in the place of tens. So we are going to do the subtraction. 4 minus 7. Is it possible? 4 minus 7. Can we subtract 7 from 4? No, we can't. We can't. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ, നമുക്ക് അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഫ്രണ്ട്സിനെ അന്വേഷിച്ചു പോകും. ഓക്കെ, അപ്പൊ 4നെ എന്ത് ചെയ്യും? ഇനി നിങ്ങൾ പറഞ്ഞേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങക്ക് അറിയൊന്ന് നോക്കട്ടെ. 4 എന്ത് ചെയ്യും? വെരി ഗുഡ്. 4 എന്ത് ചെയ്യും? 5നോടൊരു 110 ബോറോ ചെയ്യും അല്ലേ? കടം ചോദിക്കല്ലേ? ഓക്കെ, 5ന്റെ അടുത്ത് കുറെ ടെൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഒരു 10 എനിക്ക് തരുമോ നീന്ന് ചോദിക്കുമ്പോ 5 ഒരു 10 4ന് കൊടുക്കും. ഓക്കെ, ഓക്കെ, 110 equal to 10 ones. ഓക്കെ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 10 പറഞ്ഞാല് 10 ones ആന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, ഇപ്പൊ 4ന്റെ അടുത്ത് നേരത്തെ എത്ര ones ഉണ്ടായിരുന്നു? 54 എന്ന നമ്പറിൽ എത്ര ones ഉണ്ടായിരുന്നു ആദ്യം? There were 4 ones. ഓക്കെ, ഇപ്പൊ 4 7നേക്കാളും ചെറുതായതുകൊണ്ട് അയ്യോ, അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് എന്താ? 54 എന്ന നമ്പറിൽ
ആദ്യം എത്ര വൺസ് ഉണ്ടായിരുന്നു? Give me the answer. Please give me the answer. 4 ones ഉണ്ട്. Borrow ചെയ്തപ്പോ എത്ര ones? Borrow 4 ones. 4. Borrow സമയത്ത് 10 ones കിട്ടി. Now there are 14 ones. Yeah. Now this, instead of 4 we will write what? 4 ന് പകരം ഇപ്പോ നമുക്ക് എത്ര ones ഉണ്ട്? എന്തോ? We have ഒന്നും മനസ്സിലാകുന്നില്ല. ആരത്? ഐഫോനെ ആണോ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് ക്ലാസ് തീരും. ഓക്കെ, എന്തായാലും ഇപ്പൊ പറ, there is 14 ones ആയില്ലേ നമുക്ക്? പേജ് നമ്പർ പേജ് നമ്പർ അല്ലടാ. ഓ, നിങ്ങൾ